This call is now being recorded. ഓക്കെ, അപ്പോൾ റിഗാർഡിംഗ് ദി അപ്പോയിൻമെൻറ്റ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായത്. സോ പ്രൈം മിനിസ്റ്റർ അറിയാം, റിയൽ എക്സിക്യൂട്ടീവ് അതോറിറ്റി ആണ്. ദെൻ അപ്പോയിൻമെൻറ്റ് ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദ പ്രസിഡൻറ്റ് അല്ലേ. അപ്പോൾ ഏത് പാർട്ടിക്കാണോ ലോക്സഭയിൽ ക്ലിയർ മെജോറിറ്റി ഉള്ളത് അതിൻ്റെ ലീഡറിനായിരിക്കും പ്രൈം മിനിസ്റ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇഫ് ദർ ഈസ് സെക്കൻഡ് ഒരു സിറ്റുവേഷൻ വരുന്ന ഇൻ ബിറ്റ്വീൻ ആയിട്ട് എന്തെങ്കിലും അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ ആയപ്പോൾ ഡെത്തോ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ the president should elect the successor for him. So it should be the ruling party nominate ചെയ്യുന്ന പാർട്ടി ഫോർമേഷൻ നടന്നിട്ടുണ്ടാവും. The ruling party nominate ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കും will be elected as the new prime minister. Okay, and also a member who is not a member, also a person who is not a member in either of the uh, houses can be elected as the prime minister only for a tenure of 6 months within which he has to be appointed as a parliament member അല്ലെ, ഏതെങ്കിലും ഒരു ഹൗസിൽ. അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി പൊസിഷൻ വിൽ ബി സീസ്ഡ്. സോ he ceases to become a prime minister otherwise. സോ അത്രയാണ് നമ്മൾ നോക്കിയത്. ദ നെക്സ്റ്റ് വൺ ഈസ് oath of the prime minister or the affirmation or oath of the prime minister. സോ ഇതിലും സിമിലർ ആയിട്ട് likewise president and the vice president, here also there is an oath or affirmation to be taken by the president. So before the prime minister enters upon his office, the president administers to him the oath of the office and secrecy. അപ്പോൾ ഈ പറയുന്ന ഓഫീസേഴ്സ് ഒക്കെ എന്ന് പറയുമ്പോൾ ഓത്ത് നമ്മൾ എടുക്കണം. ഇപ്പോൾ ദർ വിൽ ബി സർട്ടിൻ സീക്രസീസ് അല്ലെ, സീക്രട്ടായിട്ട് ഇപ്പോൾ യൂണിയൻ ക്യാബിനറ്റ് മാത്രം അറിയുന്ന ചില തീരുമാനങ്ങൾ ഉണ്ടാവും. അതുപോലെ ഈ ഒരു ഹയർ ഒഫീഷ്യൽസ് മാത്രം അറിയുന്ന ചില സീക്രസീസ് ഉണ്ടാവും. ആ സീക്രസീസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും നടത്തേണ്ടത് അല്ലേ. So president is the one who administers to him the oath of the office and secrecy. In his oath, the prime minister swears to bear true faith and allegiance to the constitution of India. Same ആണ് നേരത്തെ പറഞ്ഞ vice president similar. To uphold the sovereignty and integrity of India. Okay, അപ്പോൾ ഈ അഖണ്ഡതയൊക്കെ നിലനിർത്തും, അല്ലെങ്കിൽ നമ്മളെ ഈ എന്താ പറയുക പരമാധികാരവും അതിൻ്റെ അഖണ്ഡതയൊക്കെ അപ്ഹോൾഡ് ചെയ്യും, നിലനിർത്തും, അതിനെ ഉയർത്തിക്കൊണ്ടുപോകും എന്നുള്ള രീതിയിലുള്ള വേർഡിങ്സ് ആണ്. ടു ഫെയ്ത്ത്ഫുള്ളി ആൻഡ് കെയർഫുള്ളി ഡിസ്ചാർജ് ദ ഡ്യൂട്ടീസ് ഓഫ് ഹിസ് ഓഫീസ്. സത്യസന്ധമായിട്ട് ഡ്യൂട്ടീസ് ചെയ്യും എന്നുള്ള കാര്യം. ടു ഡു റൈറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ ലോ വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ, എഫെക്ഷൻ ഓർ ഇൽവിൽ. ഇപ്പോൾ ഈ പറയുന്ന ഫിയർ അല്ലെങ്കിൽ ഫേവർ അല്ലെങ്കിൽ എഫെക്ഷൻ അല്ലെങ്കിൽ ഇൽവിൽ ഇതൊന്നും കൂടാണ്ട് അക്കോർഡിംഗ് ടു ദ ലോ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ, അതിന് അക്കോർഡൻസ് ആയിട്ട് കാര്യങ്ങൾ ശരിയായ രീതിയിൽ സത്യസന്ധമായിട്ട് ചെയ്യും എന്ന കാര്യമാണ് ഓത്തിൽ പറയുന്നത്. ഈ പറയുന്ന 4 പോയിന്റ്സും അടങ്ങിയിട്ടുള്ള ഒരു ഓത്ത് ഓർ അഫർമേഷൻ ഷുഡ് ബി ഗിവൺ ബൈ ദ പ്രൈം മിനിസ്റ്റർ ആഫ്റ്റർ ഹിസ് election. In his oath of secrecy, the prime minister swears that he will not disclose any matter which is known to him as a union minister. Okay, അപ്പോൾ അതാണ് സീക്രസി എന്ന് പറയുന്നത്. ആസ് എ യൂണിയൻ മിനിസ്റ്റർ he should not disclose any matter which is known to him. That should be അത് സ്വെയർ ചെയ്യണം after the election the prime minister. Okay, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഓത്തിൽ വരുന്നത്. Then term of the prime minister. The term of the prime minister is not fixed and he holds office during the pleasure of the president. അപ്പോൾ ഒരു ഫിക്സഡ് ടെനർ ഇല്ല ഗവൺമെൻറ്റുള്ള അത്രയും കാലയളവിൽ. പ്രസിഡന്റ് സാധാരണയായിട്ട് നമുക്ക് 5 വർഷമാണ് ഗവൺമെൻറ്റിൻ്റെ കാലാവധി അല്ലേ. റീ എലക്ഷൻ വരും, സെയിം ആൾക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യുക പ്രസിഡൻ്റായിട്ട്. എന്താ പറയുക, the term of the prime minister is not fixed and he holds office during the pleasure of the president. However, this does not mean that the president can dismiss the prime minister at any time. So long as the prime minister enjoys the majority support in the Lok Sabha, he cannot be dismissed by the president. Okay, ലോക്സഭയിൽ ഭൂരിപക്ഷം ഉള്ളിടത്തോളം പ്രസിഡന്റിന് പ്രൈം മിനിസ്റ്ററിന്റെ പൊസിഷനെ ഡിസ്മിസ് ചെയ്യാൻ വേണ്ടി സാധ്യമല്ല. However, if he loses the confidence of the Lok Sabha, he must resign or the president can dismiss him. ഇപ്പോൾ ലോക്സഭേൻ്റെ ഈ ഒരു അംഗീകാരം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഭൂരിപക്ഷ അംഗീകാരം ഇല്ലെങ്കിൽ ദ പ്രസിഡന്റ് ക്യാൻ ടേക്ക് ആക്ഷൻ, അല്ലെങ്കിൽ സ്വമേധയാ റിസൈൻ ചെയ്ത് പോകണം. ഇത്രയാണ് ടേം ഓഫ് ദി പ്രൈം മിനിസ്റ്ററിൽ വരുന്നത്. അതിന് പർട്ടിക്കുലർ ഫിക്സ്ഡ് ടേം ഇല്ല ലൈക്ക് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്. പക്ഷെ നമുക്കറിയാം 5 വർഷമാണ് ഗവൺമെൻറ് കാലാവധി, അത്രയും കാലാവധി എന്തായാലും ഉണ്ടാവും.
Then comes uh, power and function of the prime minister. So before that, just we'll discuss about the salary and allowance of the prime minister also. ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സ്ലൈഡിൽ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. The salary and allowance of the prime minister are determined by the parliament from time to time. Time to time അത് മാറിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് salary and allowance. So it is determined by the parliament from time to time. And he gets the salary and allowances that are payable to a member of parliament. മെമ്പർ ഓഫ് പാർലമെന്റിൽ കിട്ടുന്ന സാലറി തന്നെയാണ് പ്രൈം മിനിസ്റ്ററിനും അതേ അലവൻസ് തന്നെയാണ് നൽകേണ്ടി വരിക. ഓക്കെ. അഡീഷണലി ഹി ഗെറ്റ് എ പർട്ടിക്കുലർ അലവൻസ്, ഫ്രീ അക്കോമഡേഷൻ, ട്രാവലിംഗ് അലവൻസ്, മെഡിക്കൽ ഫെസിലിറ്റി എക്സെട്ര. ഇത് കൂടാണ്ട് എക്സ്ട്രാ ആയിട്ട് കിട്ടുന്ന എന്താണ്? എക്സ്ട്രാ മെഡിക്കൽ ഫെസിലിറ്റീസ്, ട്രാവലിംഗ് അലവൻസസ് ആൻഡ് ഫ്രീ അക്കോമഡേഷൻ and one sumptuary allowance is there, അതും കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് അഡീഷണൽ ആയിട്ട് ഒരു മെമ്പർ ഓഫ് പാർലമെന്റിനേക്കാളും കൂടുതൽ പ്രൈം മിനിസ്റ്ററിന് കിട്ടുന്നത്. ഇത്രയേ ഉള്ളൂ അതിന്റെ സാലറി അല്ലെങ്കിൽ എമോളുമെന്റ്സ് അല്ലെങ്കിൽ അലവൻസസ് വാട്ട് ഈസ് ഗെറ്റിംഗ്. സോ ആഫ്റ്റർ ദാറ്റ് വിൽ കം ടു ദി പവർ ആൻഡ് ഫങ്ഷൻ ഓഫ് ദി പ്രൈം മിനിസ്റ്റർ. അപ്പോൾ പ്രൈം മിനിസ്റ്ററിന്റെ കേസിൽ നമുക്കറിയാം ഒരുപാട് പവേഴ്സ് ഉണ്ടല്ലേ. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഇൻ റിലേഷൻ ടു ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഇപ്പോൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഒരു ഹെഡാണ് പ്രൈം മിനിസ്റ്റർ നമുക്ക് പറയാം. The power and function of prime minister can be studied under the following heads. One is in relation to the council of minister. The prime minister enjoys the following powers as head of the union council of minister. Union council of minister the head ആണ് prime minister അല്ലേ. ഫസ്റ്റ് വൺ എന്ത്? he recommends persons who can be appointed as ministers by the president. അപ്പോൾ ആരൊക്കെയാണ് മിനിസ്റ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യേണ്ടത്? ദോസ് റെക്കമെൻഡേഷൻസ് to be given to the president അല്ലേ. That will be given by the prime minister of India. So who all are to be elected as the or appointed as the, not elected, they elected already, they are elected, who all are to be appointed as the ministers. So those recommendations can be given by the president. The prime minister will be giving those recommendations to the president. He allocates and reshuffles various portfolios among the ministers. So he is having the power to reshuffle the various portfolios among the ministers അല്ലേ. അവരെ ഉത്തരവാദിത്തങ്ങളൊക്കെ മാറ്റാനും റീഷഫിൾ ചെയ്യാനുള്ള അധികാരം പ്രൈം മിനിസ്റ്ററിനുണ്ട്. He can ask a minister to resign or advise the president to dismiss him in case of difference of opinion. So at any time, if there is any difference in opinion, the prime minister is having the veto power to dismiss him, or can recommend or can advise the president to dismiss him. Okay, or can ask the minister to resign himself. Okay. He presides over the meeting of council of ministers and influences its decision. So അവിടെയും veto power ഉണ്ടല്ലേ. He is the president in the council of minister. അപ്പോൾ council of minister മീറ്റിംഗിന്റെ അധ്യക്ഷ സ്ഥാനമാണ് പ്രൈം മിനിസ്റ്റർക്ക് ഉള്ളത്. ആൻഡ് അതിന്റെ ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള, ഇപ്പോൾ ഒരു കൂട്ടായിട്ടൊരു തീരുമാനം എടുത്താലും അതിൽ ചേഞ്ചസ് വരുത്താനുള്ള വീറ്റോ പവർ ആയിരിക്കും പ്രൈം മിനിസ്റ്ററിനുണ്ട്. So he presides over the meeting of council of ministers and influences its decisions. He guides, directs, controls and coordinates the activities of all the ministers. എല്ലാ മിനിസ്റ്റേഴ്സിൻ്റെയും മിനിസ്റ്റേഴ്സിനെയും ഗൈഡ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും അതുപോലെ കോർഡിനേറ്റ് ചെയ്യുന്നതും ഫോർ ദ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് വാട്ട് ദേ ഹാവ് ടു ഡു അതൊക്കെ ചെയ്യുന്നത് പ്രൈം മിനിസ്റ്ററാണ്. He can bring about the collapse of the council of ministers by resigning from office. ഈ പറയുന്ന കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ആ ഒരു ദ മെയിൻ പ്രൈം ഗവർണിംഗ് ബോഡി ഓഫ് ദ കൺട്രി അല്ലേ. അപ്പം അതിനെ കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട എല്ലാ ഉത്തരവാദിത്തമുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ പവർ ഉള്ളത് പ്രൈം മിനിസ്റ്ററിനാണ്. Then second power and functions in related to the president. And also one more point is that ഇപ്പോൾ ഒരു റെസിഗ്നേഷൻ അല്ലെങ്കിൽ ഒരു ഡെത്ത് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ദ റെസിഗ്നേഷൻ ഓർ ഡെത്ത് ഓഫ് എൻ ഇൻക്യൂംബൻറ്റ് പ്രൈം മിനിസ്റ്റർ ഓട്ടോമാറ്റിക്കലി ഡിസോൾവ്സ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ബട്ട് ദ റെസിഗ്നേഷൻ ഓർ ഡെത്ത് ഓഫ് എനി അതർ മിനിസ്റ്റർ മിയർലി ക്രിയേറ്റ്സ് എ വാക്കൻസി വിച്ച് ദ പ്രൈം മിനിസ്റ്റർ മേ ഓർ മേ നോട്ട് ലൈക്ക് ടു ഫിൽ. ഓക്കെ. ഇപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും
ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്താൽ അത് ഫില്ല് ചെയ്യണോ വേണ്ടിയോ എന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള അധികാരം പ്രൈം മിനിസ്റ്റർക്ക് ഉണ്ട്. ഓക്കെ, സോ അത് നേരത്തെ അത് ഇൻ റിലേഷൻ ടു ദി യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ വരുന്നതാണ്. ഇൻ റിലേഷൻ ടു ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ വരുന്നത്. സെക്കൻഡ് വൺ ഇസ് ഇൻ റിലേഷൻ ടു ദി പ്രസിഡന്റ്. ദ പ്രൈം മിനിസ്റ്റർ ഈസ് ദ പ്രിൻസിപ്പൽ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പ്രസിഡന്റ് ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഓക്കെ, ദ പ്രൈം മിനിസ്റ്റർ ഈസ് ദ principal channel of communication between the President of India and the Council of Ministers. That is, it is the duty of the Prime Minister to communicate all decisions of the Council of Ministers relating to the like administration of the affairs of the Union, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊപ്പോസൽ ഫോർ ലെജിസ്ലേഷൻ, ഈ കാര്യങ്ങൾ പ്രസിഡന്റിനെ അറിയിക്കാനുള്ള ഒരു ചാനലായിട്ടാണ് ഇൻ റിലേഷൻ ടു പ്രസിഡന്റ് ഉള്ള പവേഴ്സും ഫങ്ഷൻസാണ് നോക്കുന്നത്. അങ്ങനെ ഒരു ചാനലായിട്ടാണ് പ്രൈം മിനിസ്റ്റർ മാറുന്നത് അല്ലേ. പ്രൈം മിനിസ്റ്റർ ഈസ് ദ പ്രിൻസിപ്പൽ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദി president and the council of ministers. That is, it is the duty of the prime minister to communicate all the decisions of these ministers, these council of ministers, relating to activities like proposal for legislation or administration of the affairs of the union to the president. Okay, he advises the president with regard to the appointment of important officials like Attorney General of India, Comptroller and Auditor General of India, Chairman and members of the Union Public Service Commission, election commissioners, chairman and members of the finance commission, so on. So it is the duty of the prime minister, or he is the one who advises the president with regard to the appointment of these important officials. നിങ്ങൾക്ക് അറിയാവുന്ന ടേംസ് തന്നെയാണ്. അറ്റോർണി ജനറൽ എന്തൊക്കെ, ആരാണ്, ഓഡിറ്റർ ജനറൽ എന്താണ്, ചെയർമാൻ ഈ പറയുന്ന UPSC ചെയർമാൻ, ഇലക്ഷൻ കമ്മീഷൻ ചെയർമാൻ എല്ലാം നിങ്ങൾ കേട്ടാൽ. അതായത് കോംട്രോളർ ഓൾറെഡി നമ്മൾ പറഞ്ഞു. കോംട്രോളർ മീൻസ് ഇറ്റ്സ് അതൊരു ഓഡിറ്റർ തന്നെയാണ്. ഇറ്റ്സ് ഇപ്പോൾ പൊതുമുതലിന്റെ കണക്ക് നോക്കുന്ന ഒരു പരിശോധകൻ എന്ന അർത്ഥമാണ് കോംട്രോളറിന് വരുന്നത്. പൊതുമുതൽ പരിശോധകൻ എന്നതാണ് അതിൻ്റെ ഒരു മലയാളം മീനിങ് എന്ന് പറയാം, കോംട്രോളർ. അപ്പോൾ ഇതിനൊക്കെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ട അഡ്വൈസ് പ്രസിഡന്റ് കൊടുക്കുന്നത് പ്രൈം മിനിസ്റ്ററാണ്. ദാറ്റ് ഈസ് ഹിസ് ഡ്യൂട്ടി ഇൻ റിലേറ്റഡ് ടു ദി president. Third one, in relation to parliament. So what all are his duty in relation to the parliament? So as the leader of the lower house, the prime minister enjoys the following powers. So he is the leader of the lower house. In the case of ലോക്സഭയിലെ ലീഡറാണ് അല്ലേ. ഇപ്പോൾ രാജ്യസഭയിൽ നിന്നാണ് നമ്മൾ വൈസ് പ്രസിഡന്റ് എലക്ട് ചെയ്തത്. ബട്ട് ഫ്രം ലോക്സഭ ഓൺലി വി ആർ എലക്ടിങ് ദി പ്രൈം മിനിസ്റ്റർ. So as the leader of the lower house, the prime minister enjoys the following powers. He advises the president with regard to summoning and proroguing of sessions of the parliament. So he is giving advice to the president with regard to the summoning. Means എന്താണ് summoning means കൺവീൻ ചെയ്യാൻ അല്ലേ. ഇപ്പോൾ ഒരു എന്താണ് സഭയുടെ മീറ്റിംഗ് കൺവീൻ ചെയ്യാനോ അല്ലെങ്കിൽ അത് നീട്ടിവെക്കാനോ ഉള്ള സെഷൻ നീട്ടിവെക്കാനോ ഉള്ള അഡ്വൈസ് പ്രസിഡന്റിന് കൊടുക്കുന്നത് ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണല്ലേ. അപ്പോൾ സമ്മൺ ചെയ്യുക പറഞ്ഞാൽ വിളിച്ചു ചേർക്കുക എന്നാണ്. കൺവീൻ ചെയ്യുക, വിളിച്ചു ചേർക്കുന്നതിനാണ് പറയുന്നത്. പ്രൊറോഗ് എന്ന് വെച്ചാൽ ഈ സഭാ പ്രവർത്തനങ്ങൾ നീട്ടിവെക്കുന്നത് തന്നെയാണ് പറയുന്നത്. സോ അതിനുള്ള അഡ്വൈസസ് ആരാ കൊടുക്കുന്നത്? പ്രൈം മിനിസ്റ്റർ ഈസ് ഗിവിംഗ് ദ അഡ്വൈസ് ടു ദി പ്രസിഡന്റ്. ഹി ക്യാൻ റെക്കമെൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ദ ലോക്സഭ ടു ദ പ്രസിഡന്റ് അറ്റ് എനി ടൈം. ഈ സഭ പിരിച്ചുവിടാന്നല്ല, എന്താ പറയുക, അതെ നേരത്തെ പറഞ്ഞത് നീട്ടിവെക്കാനാണല്ലേ. ഈ പ്രൊറോഗ് വെച്ച് നീട്ടിവെക്കാണ്. ഇപ്പോൾ ഇത് ഡിസോൾവ് ചെയ്യാൻ പിരിച്ചുവിടാം. ഹി ക്യാൻ റെക്കമെൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ദ ലോക്സഭ ടു ദി പ്രസിഡന്റ് അറ്റ് എനി ടൈം. ഏത് സമയത്ത് വേണമെങ്കിലും അത് പിരിച്ചുവിടാനുള്ള റെക്കമെൻഡേഷൻ പ്രസിഡന്റിന് കൊടുക്കുന്നതും പ്രൈം മിനിസ്റ്ററാണ്. ഹി അനൗൺസസ് ഗവൺമെന്റ് പോളിസീസ് ഓൺ ദ ഫ്ലോർ ഓഫ് ദ ഹൗസ്. ഗവൺമെന്റ് പോളിസീസ് എല്ലാം പ്രൈം മിനിസ്റ്റർ അനൗൺസ് ചെയ്യുന്നത് ലോക്സഭയിലാണ്. നമുക്കറിയാവുന്നതാണ് അതൊക്കെ അല്ലേ. അതർ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. Then we know that default ആയിട്ട് the Prime Minister of India will be the chairman for certain commissions and all. നമുക്കറിയാവുന്നതാണ് അല്ലേ. The Prime Minister is the chairman of the Planning Commission. That is ഇപ്പോഴത്തെ നീതി ആയോഗ് എന്ന് പറയുന്നത് പ്ലാനിങ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ഡിഫോൾട്ട് ആയിട്ട് ആരായിരിക്കും? ആരാണോ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ അയാളായിരിക്കും അല്ലേ. Then the Prime Minister is the chairman of the Planning Commission, then National Development Council, National Integration Council, Interstate Council and National Water Resource Council. ഈ പറയുന്ന കൗൺസിലിൻ്റെയൊക്കെ ഈ പറയുന്ന നാഷണൽ ഈ ബോഡീസിൻ്റെയൊക്കെ ഈ കൗൺസിൽസിൻ്റെയൊക്കെ ഡിഫോൾട്ട് ചെയർമാനാണ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഓക്കെ, he plays a significant role in shaping the foreign policy of the country. He plays a significant role in ഷേപ്പിംഗ് ദ ഫോറിൻ പോളിസി ഓഫ് ദ കൺട്രി. ഓക്കെ, അപ്പോൾ ഈ നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിലെ ഇടപെടലുകൾ നടത്തുന്ന വ്യക്തിയാണ്
ആര് പ്രൈം മിനിസ്റ്റർ അല്ലേ. മെയിനായിട്ടുള്ള നയതന്ത്രപരം രാജ്യങ്ങൾ തമ്മിലുള്ള ഇതുപോലത്തെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ നീക്കി മുന്നോട്ട് പോകേണ്ട ആളാണ് പ്രൈം മിനിസ്റ്റർ അല്ലേ. ഇപ്പോൾ അതിൻ്റെ കീഴിലുള്ള എല്ലാ യൂണിയൻ മിനിസ്റ്റേഴ്സും അതിൻ്റെ അവരുടെ യൂണിയൻ മിനിസ്റ്റേഴ്സും ഒക്കെ ഇത് ബാധകമാണ്. പക്ഷെ മെയിനായിട്ട് അതിൻ്റെ ലീഡറാണ് നമ്മളെ പ്രൈം മിനിസ്റ്റർ. ഫോറിൻ പോളിസീസിലൊക്കെ കൃത്യമായിട്ട് ഒരു റോള് എടുക്കേണ്ട ആളാണ് അല്ലേ. ഫോറിൻ പോളിസീസൊക്കെ ഷേപ്പ് ചെയ്യേണ്ട അതിൽ ഈസ് ദ ചീഫ് സ്പോക്സ്മാൻ ഓഫ് ദ യൂണിയൻ ഗവൺമെൻറ്. ഇപ്പോൾ യൂണിയൻ ഗവൺമെൻറ് മുഖം എന്ന് പറയുന്നത് ആരാണ്? പ്രൈം മിനിസ്റ്ററാണ്. ഈസ് ദ ക്രൈസിസ് മാനേജർ ഇൻ ചീഫ് അറ്റ് ദ പൊളിറ്റിക്കൽ ലെവൽ ഡ്യൂറിങ് എമർജൻസീസ്. ഓക്കെ, അപ്പോൾ എമർജൻസി സമയത്തുള്ള ക്രൈസിസ് മാനേജ്മെൻറ്റ് വാട്ട് എവർ ദ ക്രൈസിസ് ഈ ഷുഡ് ബി ദ ക്രൈസിസ് മാനേജർ ഇൻ ചീഫ്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഇപ്പോൾ ഫിനാൻഷ്യൽ ക്രൈസിസ് വരാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ ഒരു 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 അടിയന്തരാവസ്ഥ പോലെ വല്ലതും വന്നു കഴിഞ്ഞാൽ അന്നേരം കംപ്ലീറ്റ് പവർ ആയിരിക്കാവുന്ന പോലെ പ്രസിഡന്റിനാണ്. പക്ഷേ ദ ചീഫ് മാനേജർ, അതായത് ക്രൈസിസ് മാനേജറിന് ചീഫായിട്ട് ആക്ട് ചെയ്യേണ്ട ആളാണ് പ്രൈം മിനിസ്റ്റർ ഡ്യൂറിങ് എമർജൻസി സെൻറ്റർ ഓർ in terms of emergencies or in case of any financial crises and all. He is leader of party in power. Okay, he is the leader of the party in power. As a leader of the nation, he meets various sections of people in different states and receives memoranda from them regarding their problem. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, വൺസ് ആക്ച്വലി ഈസ് ദി ലീഡർ ഓഫ് ദ പാർട്ടി ഇൻ പവർ, ബട്ട് അതർ ദാൻ ദാറ്റ് ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അപ്പോൾ ഈച്ച് ആൻഡ് എവറി സിറ്റിസൺസ് ഓഫ് ഇന്ത്യൻ്റെ പ്രൈം മിനിസ്റ്റർ ആണ് ആ ഒരു വ്യക്തി അല്ലേ. സോ ഹി ഹാസ് ദി കൺസേൺ ടു ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ ഇൻ ദ സ്റ്റേറ്റ് ഇൻ ദ കൺട്രി അല്ലേ. അപ്പോൾ ഈ പറയുന്ന ഓരോരാളുടെ അടുത്തു നിന്നുള്ള ഇതുപോലത്തെ മെമ്മറാണ്ടംസും ഇതുപോലത്തെ നിവേദനങ്ങളൊക്കെ സ്വീകരിക്കാനും അത് വായിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്തം ഉള്ള ഫങ്ഷൻ ചെയ്യാനുള്ള ഉത്തരവാദിത്തമുള്ള ആളാണ് പ്രൈം മിനിസ്റ്റർ അല്ലേ. ദ പ്രൈം മിനിസ്റ്റർ പ്ലേസ് എ വെരി സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദ പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് അവർ കൺട്രി. Okay, so he is having a very significant role in the political and administrative system of our country. So these all are comes under the power of the prime minister. അപ്പോൾ ഇതൊക്കെ കൺഫ്യൂഷൻ ആയി പോകരുത്. The power of the president is there, the power of vice president is there, power of prime minister is there. So the power of prime minister നമ്മൾ നാലായിട്ട് തിരിച്ചിട്ടുണ്ട്. In relation to the council of ministers, what all are his power? In relation to the president, what all are his power? In relation to the parliament, what is his power? And what are the other powers and functions of the prime minister? It's important ആണ് പവർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. നിങ്ങളോട് ഒരു 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 എസ്സേ ടൈപ്പ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. നമുക്കറിയാം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ ബാക്കിയുള്ള സെൻട്രൽ മിനിസ്റ്റേഴ്സ് ഒക്കെ ഉൾപ്പെടും അല്ലേ. Otherwise, we will call it as Union Council of Ministers. Okay, so the Union Council of Ministers headed by the Prime Minister is the real executive authority in our politico-administrative system. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ മെയിനായിട്ടുള്ള എക്സിക്യൂട്ടീവ് അതോറിറ്റി പറയുന്നത്, എക്സിക്യൂട്ടീവ് അതോറിറ്റിൻ്റെ ഹെഡ്, റിയൽ ഹെഡ് എന്ന് പറയുന്നത് നിയമപരമായിട്ടുള്ള ഒരു ഹെഡ് പ്രസിഡന്റ് ആണെങ്കിലും ദ റിയൽ ഹെഡ് ഈസ് ദ പ്രൈം മിനിസ്റ്റർ. ബട്ട് ദ റിയൽ എക്സിക്യൂട്ടീവ് അതോറിറ്റി ഈസ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അപ്പോൾ അതിൻ്റെ ഹെഡാണ് പ്രൈം മിനിസ്റ്റർ അല്ലേ. അപ്പോൾ ഇവരാണ് മെയിനായിട്ടുള്ള നയതന്ത്ര കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് രാജ്യത്തിലേക്ക് അല്ലേ. സോ ആർട്ടിക്കിൾ 74 ഡീൽസ് വിത്ത് ദി സ്റ്റാറ്റസ് ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, വൈൽ ആർട്ടിക്കിൾ 75 ഡീൽസ് വിത്ത് ദി അപ്പോയിൻമെൻറ്റ്, ടെനർ, റെസ്പോൺസിബിലിറ്റി, ക്വാളിഫിക്കേഷൻ, ഓത്ത് ആൻഡ് സാലറീസ് ആൻഡ് അലവൻസസ് ഓഫ് ദി മിനിസ്റ്റേഴ്സ്. ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ സ്റ്റാറ്റസ്, അവരോട് ബാക്കിയുള്ള ടേംസ് ഓഫ് ദ ഓഫീസ്, ടെനർ, അവരുടെ സാലറീസ്, അവരുടെ അലവൻസസ്, അവരുടെ ക്വാളിഫിക്കേഷൻസ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നത് ഇറ്റ് ഈസ് കമ്മിങ് അണ്ടർ ആർട്ടിക്കിൾ 75. അപ്പോൾ ആർട്ടിക്കിൾ 74 ആൻഡ് ആർട്ടിക്കിൾ 75 ഈസ് ഡീലിംഗ് വിത്ത് ദി എന്താ റിഗാർഡിംഗ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഓക്കെ, so nature of advice by ministers. So article 74 provides for a council of ministers with the prime minister at the head to aid and advise the president in the exercise of his functions. So council of ministers together with the prime minister, actually prime minister is acting as a channel between the council of ministers and the president.
So it is the actually the to uphold our നമ്മുടെ പോളിസീസിനെ അപ്ഹോൾഡ് ചെയ്ത് നമ്മുടെ രാജ്യത്തിന് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രസിഡന്റിനെ ഫങ്ഷനിങ്ങിന് വേണ്ടി സഹായിക്കുന്ന അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യുന്ന ഒരു ബോഡിയാണ് ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അല്ലേ. ഫർദർ ദ നേച്ചർ ഓഫ് അഡ്വൈസ് tendered by ministers to the president cannot be inquired by any court. This implies the intimate and the confidential relationship between the president and the ministers. Okay. So ഈ പറയുന്ന ഈ നേച്ചർ ഓഫ് അഡ്വൈസ് വിച്ച് ഇസ് ഗിവൺ ബൈ ദ മിനിസ്റ്റേഴ്സ് അത് കോർട്ടിനെ എൻക്വയറി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയില്ല. അപ്പോൾ ഇത് കാണിക്കുന്നത് ഇറ്റ് ഷോസ് എ കോൺഫിഡൻഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്രസിഡന്റ് ആൻഡ് ദ മിനിസ്റ്റേഴ്സ്. Even after the dissolution of the Lok Sabha, the Council of Ministers does not cease to hold office. ഓക്കെ, ഈവൺ ഇഫ് ഇപ്പോൾ ലോക്സഭ ഏതെങ്കിലും രീതിയിൽ പിരിച്ചുവിട്ടാൽ പോലും മിനിസ്റ്റേഴ്സിൻ്റെ ഓഫീസ് ചാർജസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ദാറ്റ് ഡസ് നോട്ട് മീൻ ദി മിനിസ്ട്രി ലെവലിലെ ഒരു പിരിച്ചുവിടലല്ല അത്. ദാറ്റ് ഇസ് ജസ്റ്റ് ദ dissolution of the Lok Sabha. The president cannot exercise the executive power without the aid and advice of the Council of Ministers. The another thing അല്ലേ. ഇപ്പോൾ എക്സിക്യൂട്ടീവ് പവേഴ്സിൻ്റെ നിയമപരമായിട്ടുള്ള മെയിൻ ആൾ പ്രസിഡന്റ് ആണെങ്കിലും ദ പ്രസിഡന്റ് കനോട്ട് exercise those executive powers without the aid and advice of the Council of Ministers, including the Prime Minister. Then appointment of ministers. Okay. Appointment of ministers വരുന്നതാണ് ഫസ്റ്റ്. The Prime Minister is appointed by the President while the other ministers are appointed by the President on the advice of the Prime Minister. നേരത്തെ നമ്മൾ പ്രൈം മിനിസ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളത് ജസ്റ്റ് നോക്കി അല്ലേ. The Prime Minister is appointed by the President, while the other ministers is also appointed by the President, but on the advice of the Prime Minister. This means that the President can appoint only those persons as ministers who are recommended by the Prime Minister. പ്രൈം മിനിസ്റ്റർ റെക്കമെൻഡ് ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ പ്രസിഡന്റിന് മിനിസ്റ്റർ ആയിട്ട് വെക്കാൻ അല്ലെങ്കിൽ ഈ പറയുന്ന മിനിസ്റ്റേഴ്സ് ആയിട്ട് നിയമിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. യൂഷ്വലി ദ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് എയ്തർ ലോക്സഭ ഓർ രാജ്യസഭ ആർ അപ്പോയിന്റഡ് ആസ് മിനിസ്റ്റേഴ്സ് അല്ലെ. ലോക്സഭയിലോ രാജ്യസഭയിലോ മെമ്പേഴ്സാണ് മിനിസ്റ്റേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത്. A person who is not a member of either House of Parliament can also be appointed as minister, but within 6 months he must become a member either by election or nomination of either House of Parliament. Otherwise, he ceases to be a minister. Similarly, in the case of similar as in the case of Prime Minister, here also a person who is not a member of either of the House of Parliament can be appointed as a minister, but only for a tenure of 6 months, within which he has to be elected or nominated as the member of either of the houses, either in Rajya Sabha or Lok Sabha. Otherwise, he ceases to be a minister. 6 മാസം വരെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ആ ഒരു കാലയളവിൽ ഇലക്ഷനിലൂടെയോ നോമിനേഷനിലൂടെയോ ഇയാൾ എന്താവണം, ഏതെങ്കിലും ലോക്സഭയിലോ രാജ്യസഭയിലോ മെമ്പറായിട്ട് വരണം അല്ലേ. ഇല്ലെങ്കിൽ അത് അവിടുന്ന് സീസ് ചെയ്യും, മിനിസ്റ്റർ എന്നുള്ള പദവി സീസ് ചെയ്യും. എ മിനിസ്റ്റർ ഹു ഈസ് എ മെമ്പർ ഓഫ് വൺ ഹൗസ് ഓഫ് പാർലമെന്റ് ഹാസ് ദ right to speak and to take part in proceedings of the other house also, but he can vote only in house of which he is a member. ഇപ്പോൾ ഒരു മെമ്പറിലെ ഹൗസിലെ മെമ്പർ ഇത് യൂണിയൻ മിനിസ്റ്റേഴ്സ് ക്യാൻ ബി എ മെമ്പർ ഓഫ് either ലോക്സഭ ഓർ രാജ്യസഭ അല്ലേ. സോ ഹി ക്യാൻ മിനിസ്റ്റർ ആയി കഴിഞ്ഞാൽ ഹി ക്യാൻ ടേക്ക് പാർട്ട് ഇൻ ദി പ്രൊസീഡിങ്സ് ഓഫ് ദി അതർ ഹൗസ് ഓൾസോ. മെമ്പർ ഓഫ് ഇപ്പോൾ എം പി എന്നുള്ളത് രാജ്യസഭ എം പിയിൽ ഒരാളാണ് മിനിസ്റ്റർ എങ്കിൽ അയാൾക്ക് ഈ ലോക്സഭയിലെ പ്രൊസീഡിങ്സിലും പാർട്ടാവാം. ബട്ട് ഹി കനോട്ട് വോട്ട് ഇൻ അതർ ഹൗസ്, ഹി ക്യാൻ ഓൺലി വോട്ട് ഇൻ ഹിസ് ഹൗസ്. ഓക്കെ, ഇപ്പോൾ ഒരു വോട്ടിങ് വന്നു കഴിഞ്ഞാൽ രാജ്യസഭാ മെമ്പർ ആയിട്ടുള്ള ഒരു മിനിസ്റ്റർ ആണെങ്കിൽ അയാൾക്ക് രാജ്യസഭയിൽ മാത്രമേ വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഈവൻ ദോ ഹി ക്യാൻ ജോയിൻ ദി ഓർ ടേക്ക് പാർട്ട് ഇൻ ദ പ്രൊസീഡിങ്സ് ഓഫ് ദ അതർ ഹൗസ്, ഹി കനോട്ട് വോട്ട് ഇൻ ദാറ്റ് ഹൗസ്, ഹി ക്യാൻ ഓൺലി വോട്ട് ഇൻ ഹിസ് ഹൗസ്. ഓക്കെ. Next one is oath of Council of Ministers. So similar to President, Vice President, Prime Minister, there is an oath or affirmation should be taken by the Council of Ministers also. എന്തൊക്കെയാണ് വരുന്നത്? Before a minister enters upon his office, the President administers to him the oath of office and secrecy. Similar to Prime Minister, ഇവിടെ ഒരു oath എടുക്കണം അല്ല. In his oath, the minister swears that he will not disclose any matters that is known to him as a union minister. So next one is responsibility of Council of Ministers. അപ്പോൾ എന്തൊക്കെയാണ് അയാളുടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് നോക്കാം.
സോ ബിഫോർ കമ്മിങ് ടു ദ റെസ്പോൺസിബിലിറ്റീസ്, അപ്പോൾ ഒരു പവേഴ്സ് എന്ന് പറയുന്നില്ല, നമുക്ക് ഫങ്ഷൻസ് എന്ന് പറയാം അല്ലേ. ഫങ്ഷൻസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ബിഫോർ കമ്മിങ് ടു ദി റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, നമുക്ക് ജസ്റ്റ് ഒന്ന് അവരുടെ എമോൾമെൻറ്റ്സ് അല്ലെങ്കിൽ സാലറീസ് എന്തൊക്കെയാണ് അതിൽ ജസ്റ്റ് നോക്കാം. ദ സാലറീസ് ആൻഡ് അലവൻസ് ഓഫ് ദി മിനിസ്റ്റേഴ്സ് ആർ ഡിറ്റർമൈൻഡ് ബൈ ദി പാർലമെൻറ്റ് ഫ്രം ടൈം ടു ടൈം. സിമിലർ ടു പ്രൈം മിനിസ്റ്റർ, ഹിയർ ഓൾസോ ടൈം ടു ടൈം ആയിട്ട് അവരെ സാലറീസും അവരുടെ അലവൻസും ടൈം ടു ടൈം മാറിക്കൊണ്ടിരിക്കും. അത് അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് പാർലമെൻ്റ് ആണ്. മിനിസ്റ്റർ ഗെറ്റ് ദ സാലറി ആൻഡ് അലവൻസ് ദാറ്റ് ആർ പേയബിൾ ടു എ മെമ്പർ ഓഫ് പാർലമെൻറ്റ്. അപ്പോൾ അവർക്ക് കിട്ടുന്ന സാലറിയും ദ സെയിം ആസ് ദി സാലറി ഓഫ് ദി മെമ്പർ ഓഫ് പാർലമെൻറ്റ്. ഇപ്പോൾ പാർലമെൻറ്റ് നിങ്ങൾക്കറിയാം, ഇപ്പോൾ മെമ്പർ ഓഫ് പാർലമെൻ്റ് ഒക്കെ സാലറി ഇപ്പോൾ കുറച്ച് മുമ്പ് നല്ല ഹൈക്ക് ചെയ്തിട്ടുണ്ട്. എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ വിത്ത് അലവൻസ് എല്ലാം കൂടിയിട്ട് നല്ല എമൗണ്ടാണ് അതിൽ വരുന്നത് അല്ലേ. എഡീഷണലി ഹി ഗെറ്റ്സ് എ ഇപ്പോൾ ബിക്കോസ് ഹീസ് മിനിസ്റ്റർ ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ അലവൻസ് ഉണ്ടാവും മെമ്പർ ഓഫ് പാർലമെൻറ്റ്. ഇപ്പോൾ എം പിമാർക്ക് കിട്ടുന്ന അത് കൂടാണ്ട് ദർ വിൽ ബി സ്പെഷ്യൽ അലവൻസ് ഫോർ ദി മിനിസ്റ്റേഴ്സ് ആൻഡ് ദർ വിൽ ബി ഫ്രീ അക്കോമഡേഷൻ, ട്രാവലിംഗ് അലവൻസ് ആൻഡ് മെഡിക്കൽ ഫെസിലിറ്റീസ്. എക്സ്ട്രാ ആയിട്ട് വരുന്ന അഡീഷണൽ അലവൻസ് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ മെമ്പർ ഓഫ് പാർലമെൻറ്റിൽ കിട്ടുന്ന സെയിം സാലറി ആൻഡ് അലവൻസസ് ഒക്കെ കിട്ടും. ഇത് കൂടാണ്ട് മിനിസ്റ്റർ ആയതുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ അലവൻസ് എക്സ്ട്രാ ഉണ്ടാവും. പ്ലസ് അക്കോമഡേഷൻ ഫെസിലിറ്റി വിൽ ബി ദർ, ഫ്രീ accommodation facility will be there, then free traveling allowances, extra traveling allowances will be there. എം പിക്ക് ഉള്ളതിനേക്കാൾ കൂടുതലും ട്രാവലിംഗ് അലവൻസ് ഉണ്ടാവും. അതുപോലെ സ്പെഷ്യൽ മെഡിക്കൽ ഫെസിലിറ്റീസ് വിൽ ബി ദർ. ഇത്രയൊക്കെയാണ് എമോൾമെൻറ്റ്സ് അല്ലെങ്കിൽ സാലറി ഡീറ്റെയിൽസിലൊക്കെ അല്ലെങ്കിൽ അലവൻസ് ഡീറ്റെയിൽസിലൊക്കെ വരുന്ന കാര്യം. നെക്സ്റ്റ് വൺ ഈസ് റെസ്പോൺസിബിലിറ്റി ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. സോ ദർ ആർ ടു ടൈപ്സ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ്. ഫസ്റ്റ് വൺ നമുക്ക് പറയാം കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം. So according to Article 75 states that the Council of Ministers is collectively responsible to the Lok Sabha. They work as a team and sing together. അല്ലേ. അപ്പോൾ ഒരു ടീം വർക്കിലൂടെ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ഈ ഒരു ആക്ച്വലി അതൊരു ഗവൺമെൻറ് ബോഡിയാണ്, അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും അല്ലേ. സോ either they have to swim as a team, otherwise they will sing together. So that is what will happen in such cases. അല്ല, ഈ പൊളിറ്റിക്സിലെല്ലാം അങ്ങനെയാണ്. When the Lok Sabha passes a non-confidence motion against the Council of Ministers, all the ministers have to resign. ഓക്കെ. അപ്പോൾ ഇത് അതുപോലത്തെ അവിശ്വാസ പ്രമേയമൊക്കെ കൊണ്ടുവന്നിട്ട് എല്ലാവരും റിസൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ലോക്സഭയ്ക്ക് പവർ ഉണ്ട് അല്ലേ. അതിന് ഈ ഭൂരിപക്ഷം ഉള്ളതിനൊന്നും നമുക്കങ്ങനെ കൊണ്ടുവന്നിട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. The Council of Ministers can also advise the President to dissolve Lok Sabha and call for fresh election. അങ്ങനെയും ചെയ്യാൻ വേണ്ടി പറ്റും. റെക്കമെൻഡ് ചെയ്യാം പ്രസിഡന്റിന് എന്താണ് ലോക്സഭ ഡിസോൾവ് ചെയ്തിട്ട് ഫ്രഷ് ഇലക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ദ പ്രസിഡന്റ് മേ നോട്ട് ഒബ്ലൈജ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ദാറ്റ് ഹാസ് ലോസ്റ്റ് ദ കോൺഫിഡൻസ് ഓഫ് ദ ലോക്സഭ. ഓക്കെ. അപ്പോൾ ലോക്സഭേൻ്റെ കോൺഫിഡൻസ് കിട്ടാത്ത കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ പ്രസിഡന്റ് അംഗീകരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി പറഞ്ഞാൽ അതെല്ലാം കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആണ്. സോ അപ്പോൾ ഈ പറയുന്ന ലോക്സഭയിൽ അയാൾക്ക് അംഗീകാരം കിട്ടുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഹി വിൽ ബി എക്സ്പെൽഡ് ഔട്ട് ഫ്രം ദി സഭ ആൻഡ് ഫ്രം ദി മിനിസ്റ്റർ പോസ്റ്റ്. The principle of collective responsibility also means that the cabinet decisions bind all cabinet ministers. That means cabinet ministers as well as all other ministers, even if they differed in the cabinet meeting. അപ്പോൾ ക്യാബിനറ്റ് മീറ്റിങ്ങിൽ ഡിസിഷനിൽ അങ്ങനെ എഗെയിൻസ്റ്റ് ഡിസിഷൻസ് വന്നു കഴിഞ്ഞാൽ ആക്ച്വലി കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആണ് അവിടെ എടുക്കേണ്ടല്ലേ. അപ്പോൾ that means the principle of collective responsibility means that the cabinet decisions bind all cabinet ministers and other ministers even if they differed in the cabinet meeting. ക്യാബിനറ്റ് മീറ്റിങ്ങിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിലും നമ്മൾ ഈ കളക്റ്റീവ് ഡിസിഷൻ എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ നിന്നിട്ട് മുന്നോട്ട് പോകണം. It is the duty of every minister to stand by cabinet decisions and support them both within the outside the parliament. എല്ലാ മിനിസ്റ്റേഴ്സിൻ്റെയും ഡ്യൂട്ടി എന്താണ്? ക്യാബിനറ്റ് ഡിസിഷൻ എന്താണോ അതിനെ സപ്പോർട്ട് ചെയ്യുകയും അതിനെ അകത്ത് വിത്തിൻ ദ പാർലമെൻറ്റും ഔട്ട്സൈഡ് ദ പാർലമെൻറ്റും അതിനെ അതിനെ സപ്പോർട്ട് ചെയ്യും, അതിൻ്റെ കൂടെ മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. ഇഫ് എനി മിനിസ്റ്റർ ഡിസഗ്രി വിത്ത് എ ക്യാബിനറ്റ് ഡിസിഷൻ ഹി ഹാസ് ടു റിസൈൻ. അപ്പോൾ അതാണ് കാര്യം. എന്താണ് ഭൂരിപക്ഷ ഡിസിഷൻ അതിൻ്റെ കൂടെ മുന്നോട്ട് പോകുക എന്നുള്ള നിവൃത്തി മാത്രമേ മിനിസ്റ്റേഴ്സിനുള്ളൂ. അതർവൈസ് ഇഫ് ഹി ഡിസഗ്രീസ് with the cabinet decision he has to resign. That is the only choice in front of him. Several ministers have resigned in the past due to the difference with the cabinet.
അപ്പോൾ അതിൻ്റെ ഒരുപാട് ചരിത്രം നമുക്കുണ്ട്. Then comes the individual responsibility. Individual responsibility of the minister means that the minister hold office during the pleasure of the president, which means that the president can remove a minister even at a time when the council of ministers enjoy the confidence of the Lok Sabha. അപ്പോൾ അങ്ങനെ ഒരു വീറ്റോ പവർ പ്രസിഡന്റ് ഉണ്ട്. ഈ പ്രസിഡന്റ് ക്യാൻ റിമൂവ് ദ മിനിസ്റ്റർ ഈവൺ അറ്റ് എ ടൈം when the council of ministers enjoy the confidence of the Lok Sabha. ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് ലോക്സഭയുടെ ഫുള്ള് ഭൂരിപക്ഷ അംഗീകാരം കിട്ടുന്ന സമയത്ത് തന്നെ പോലും പ്രസിഡന്റിന് റിമൂവ് ചെയ്യാനുള്ള അധികാരമുണ്ട് ഈ മിനിസ്റ്റർ സ്ഥാനത്ത് നിന്ന്. However, the president remove a minister only on the advice of the prime minister. Okay. അങ്ങനെ ഉണ്ടെങ്കിലും only with the advice of the prime minister he will be doing so. In case of a difference of opinions or dissatisfaction with the performance of minister, the prime minister can ask him to resign or advise the president to dismiss him. Already നമ്മൾ നേരത്തെ നോക്കിയ കാര്യം തന്നെയാണത്. So that is about the responsibility of the council of ministers. അത് മെയിൻ ആയിട്ട് അവരത് എന്താണ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആണുള്ളത്. ദെൻ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി കൂടിയുണ്ട്. ഇപ്പോൾ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റീസിൽ ഫെയിൽ വരികയാണെങ്കിൽ പ്രിൻസിപ്പൽ ഈ പറയുന്ന പ്രസിഡന്റിന് പ്രൈം മിനിസ്റ്ററിന്റെ അഡ്വൈസോട് കൂടി അയാളെ എക്സ്പെൽ ചെയ്യാൻ വേണ്ടി പറ്റും. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി വെച്ചാൽ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എടുത്തിട്ട് വേണം അവർ മുമ്പോട്ട് പോകാൻ അല്ലേ. either they have to sing together or they have to sing together എന്ന് പറഞ്ഞ പോലെ if any of the council ministers is having a different in opinion, then the only choice he has to is either he has to resign if he is having the same viewpoint even after taking the decision. Otherwise, what is the major decision he has to accept that decision within the house and also outside the house, and he has to move according with the decision. അതാണ് മിനിസ്റ്റർ ചെയ്യേണ്ടത് അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നത്. നെക്സ്റ്റ് ഈസ് കോമ്പോസിഷൻ ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റർ. ദാറ്റ് ഈസ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൺസിസ്റ്റ് ഓഫ് 3 കാറ്റഗറീസ്. അപ്പോൾ ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പറഞ്ഞാൽ അതിൽ ആരൊക്കെയാണ് വരുന്നത്? ഈ കൗൺസിൽ മിനിസ്റ്റേഴ്സ് നമുക്കറിയാം. മിനിസ്റ്റേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്കറിയാം. മെയിൻ മിനിസ്റ്റേഴ്സിൻ്റെ ഒക്കെ പേരും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാ ഗവൺമെൻറ്റിലും നമുക്കറിയാവുന്നതാണ് അല്ലേ. പക്ഷേ ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് അതിൽ ഏതൊക്കെ, അപ്പോൾ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഉണ്ട് നമ്മൾ കേൾക്കാറുണ്ട്. സോ വാട്ട് ഈസ് ദി ഡിഫറൻസ് ഇൻ ദിസ് ഓൾ? സോ what all comes under the council of ministers? Council of ministers consists of 3 categories of ministers, that is cabinet ministers, ministers of state and deputy ministers. അപ്പോൾ ഇത്രയും 3 കാറ്റഗറിയാണ് വരുന്നത്. The difference between them lies in respective ranks, emoluments and political importance. The prime minister is at the top of all these ministers. He is the supreme governing authority of the country. The cabinet ministers had second വരുന്നതാണ് cabinet ministers. The cabinet ministers had the important ministries of the central government like home, defense, finance, external affairs and so forth. ഇതുപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനിസ്ട്രീസിൻ്റെ ഹെഡ് ആയ ആൾക്കാരാണ്, അല്ലെങ്കിൽ ആ മിനിസ്റ്റേഴ്സ് ആണ് ഈ പറയുന്ന ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആയിട്ട്. അപ്പോൾ ക്യാബിനറ്റ് മീറ്റിംഗ് കൂടുമ്പോൾ എല്ലാ മിനിസ്റ്റേഴ്സും തമ്മിലുള്ള മീറ്റിംഗ് അല്ല കൂടുന്നത്, ക്യാബിനറ്റ് റാങ്കുള്ള ആൾക്കാരുടെ മാത്രം മീറ്റിംഗ് ആണ്, കുറച്ച് പേര് മാത്രമേ ഉണ്ടാവും. So cabinet ministers is a part of this council of ministers. Okay. So main ആയിട്ട് decision makers എല്ലാം cabinet ministers ആണ്. They are members of the cabinet, attend its meeting and play an important role in deciding policies. അപ്പോൾ അതാണ് cabinet ministers എന്ന് പറയുന്നത്. The ministers of states can either be given by independent charge of ministries, departments or can be attached to cabinet ministers. Okay. ഈ മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിൻ്റെ ഇപ്പോൾ സഹമന്ത്രിമാരെല്ലാമായിട്ട് വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ചിലപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ചാർജ് എന്തെങ്കിലും മിനിസ്ട്രി ലെവലിൽ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരാളായിരിക്കും. ഇൻ കേസ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ടു ദ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ദ വർക്ക് അണ്ടർ ദ സൂപ്പർവിഷൻ ആൻഡ് ഗൈഡൻസ് ഓഫ് ദി ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് അല്ലേ. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിൻ്റെ സൂപ്പർവിഷനിലായിരിക്കും ഈ പറയുന്ന ബാക്കി മിനിസ്റ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. In case of independent charge, they perform the same function and exercise the same powers in relation to their ministries as cabinet ministers do. If ഇപ്പോൾ ഈ പറയുന്ന മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ്സിന് എന്തെങ്കിലും സ്പെഷ്യൽ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ചെയ്യുന്ന പോലെ ദേ ക്യാൻ ടേക്ക് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡു ദ വർക്ക് അക്കോർഡിംഗ്ലി. അതിൽ എപ്പോഴും ഈ റെക്കമെൻഡേഷൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഗൈഡൻസിൻ്റെ ആവശ്യമില്ല. നേരെ മറിച്ച് അയാൾ അറ്റാച്ച് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു സഹപ്രവർത്തകനായിട്ട് വരികയാണെങ്കിൽ he should take guidance from the cabinet ministers. However, they are not members of the cabinet and do not attend the cabinet meeting unless specially invited. So these type of ministers of the states, they are not members of the cabinet, so they are no need to attend the cabinet meeting unless otherwise they are specially invited.
നെക്സ്റ്റ് ഇൻ റാങ്ക് ആർ ദ ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ്. അതിനുശേഷമാണ് ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ് വരുന്നത്. അപ്പോൾ ആദ്യം കൗൺസിൽ മിനിസ്റ്റേഴ്സിൽ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ വന്നു, ദെൻ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, ദെൻ മിനിസ്റ്റർ ഓഫ് ദ സ്റ്റേറ്റ്സ്, ദെൻ കംസ് ദി ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ്. ദേ ആർ നോട്ട് ഗിവൺ ഇൻഡിപെൻഡൻറ്റ് ചാർജസ് ഓഫ് മിനിസ്ട്രീസ്. ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സിനായിരിക്കും ഇൻഡിപെൻഡൻറ്റ് ചാർജസ് ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. ദേ ആർ അറ്റാച്ച്ഡ് ടു ദ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഓർ മിനിസ്റ്റേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് അസിസ്റ്റ് ദം ഇൻ ദർ അഡ്മിനിസ്ട്രേറ്റീവ്, പൊളിറ്റിക്കൽ ആൻഡ് പാർലമെൻ്ററി ഡ്യൂട്ടീസ്. അപ്പോൾ അവരുടെ ഡ്യൂട്ടി എന്താണ്? ഇവരെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക, ഈ പറയുന്ന ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെയും മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാന്നുള്ള ഡ്യൂട്ടിയാണുള്ളത്. ദേ ആർ നോട്ട് മെമ്പേഴ്സ് ഓഫ് ദി ക്യാബിനറ്റ്, ഡു നോട്ട് അറ്റൻഡ് ക്യാബിനറ്റ് മീറ്റിംഗ്സ്. സോ ദീസ് ആർ ദി different things coming under the Council of Ministers. So how can we distinguish between the Council of Ministers and Cabinet? അത് ഒരു ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. The next one is one more executive is there. He is the Attorney General. We will discuss in the next class.